വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ ഓൾമോസ്റ്റ് 80% ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോഴും അത് പെൺകുട്ടികളായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഇസ് ഡ്രാസ്റ്റിക്കലി ഫോളിങ് ബിലോ 30%. ആ 30%-ൽ തന്നെ ബിലോ 7% ഉള്ളൂ ഹയർ അപ്സിലേക്ക് എത്തുന്നത്. ഇത്രയും ഒരു വ്യത്യാസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണോ, അതോ നമ്മുടെ ഒരു സോഷ്യൽ സീസണിങ്ങിൻ്റെ ഒരു വ്യത്യാസമാണോ? ഒരു സാമൂഹ്യ ഘടകമാണ്, പ്രശ്നമാണ്. കാരണം എത്രയോ മിടുക്കരായ പെൺകുട്ടികൾ, അവർക്ക് കഴിവുണ്ട്. എൻ്റെ കീഴിൽ തന്നെ 17 പേര് PhD എടുത്തവരിൽ 14 പേരും സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. പക്ഷേ അവർ ചിലർ കല്യാണമൊക്കെ ഉറക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് കൂടും. പിന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? കല്യാണം ഉറപ്പിച്ചു, അത് കഴിഞ്ഞ് അപ്പോൾ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കല്യാണം കഴിക്കുന്നു. എന്നിട്ടും ചാപ്റ്ററൊന്നും റെഡി ആയിട്ടില്ല. ഒടുവിൽ ഗർഭിണിയായി കഴിയുമ്പം കുറച്ച് നാളത്തേക്ക് അവരെ കാണില്ല. ഒടുവിൽ ഒരു ചാപ്റ്ററും കൊണ്ടുവരും. അപ്പോഴത്തേക്കും വയറൊരുമാതിരി ആയിട്ടുണ്ടാവും. കാരണം അവർക്കൊരു കുറ്റബോധമാണ്. അവരുടെ ജീവിതത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവരുടെ അക്കാഡമിക് ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും സ്ത്രീ ആയതുകൊണ്ടാണ് സ്ത്രീക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റാതെ പോകുന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ ഭേദമായിട്ടുണ്ടെങ്കിലും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഹ്യൂജ് വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ഉണ്ട് വാസ്തവത്തിൽ. ഈ പെൺകുട്ടികളുടെ പഠനവും അവർ നല്ല ഡിഗ്രി മേടിക്കുകയും റാങ്ക് മേടിക്കുകയും നല്ല കഴിവുണ്ടായിരിക്കുകയും അവരാഗ്രഹിക്കുന്നതോ അവരർഹിക്കുന്നതോ ആയ ഉയരങ്ങളിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റാതിരിക്കുക, അഥവാ ചെന്ന് കഴിഞ്ഞിട്ട് വിവാഹത്തിന് വേണ്ടിയോ മാതൃത്വത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാരണം ജോലി രാജിവെക്കുകയോ ഒക്കെ ചെയ്യുന്നതൊരു സാധാരണ കാര്യമായിട്ട്. ഞാൻ മുത്തമണി ചോദിച്ചപ്പോഴും പിന്നെ ലീല മാഡം സംസാരിച്ചപ്പോഴും ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്ത് സ്ത്രീക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. മാഡം പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേര് ഈ സ്ത്രീ ആയിട്ടും ഉയരങ്ങളിലെത്തിയവർ അഥവാ ചില ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലെത്തിയവർ, ഞങ്ങൾക്കൊരു ഭയങ്കര ധൈര്യമുണ്ട്. ഞാൻ മനസ്സിലൊരു ഏക സന്താനമാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കുട്ടിയായിരുന്നു. ഞാൻ ഒരു മുറിയിൽ നിന്ന് വേറെ മുറിയിലേക്ക് പോകുമായിരുന്നില്ല. അമ്മയുടെ സാരി തുമ്പിൽ നടന്നിരുന്ന ആൾ. പക്ഷേ സ്ത്രീകൾക്ക് ചില സാഹചര്യങ്ങളിൽ കിട്ടുന്ന ചില സപ്പോർട്ട്, അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പഠനവും അക്കാഡമിക് ലൈഫിനും അതിൻ്റെതായ ഒരു മൊമെൻറ്റമുണ്ട്. അത് തരുന്ന ഒരു ധൈര്യവും ഒരു സന്തോഷവും അതിലൂടെയുള്ള നേട്ടവും. എന്തായാലും ഞാനൊരു ഫിയർലെസ് ആളാണ്. എനിക്കിപ്പോൾ ഭയം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അതിന് പല കാരണങ്ങളുണ്ട്. ആ ഫിയർലെസ്നെസ് നമ്മളെ നമ്മുടെ കരിയറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കരുത്ത് തരും. ഞാൻ വൈസ് ചാൻസലർ ആയിരുന്ന കാലത്ത് ഈ ജെൻഡർ റിലേറ്റഡ് സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുപ്രസിദ്ധമെന്ന് പറയാവുന്നതും വേദനാജനകമായ ഒരു കേസുണ്ടായിരുന്നു. ഒരു നഴ്സിങ്ങിന് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികൾ പീഡിപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ട്. അത് വലിയൊരു കേസായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു സർവകലാശാല തകർക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം മനസ്സിലാക്കാതെ തന്നെ എനിക്കോ ഒരമ്മ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ പെൺകുട്ടിയുടെ നിസ്സഹായത കാണുമ്പോഴുള്ള വിഷമം, അതേസമയം തന്നെ ഈ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ പയ്യന്മാർ, അവരുടെ മാതാപിതാക്കൾ എൻ്റെ മുറിയിൽ കടന്നു വന്ന് പൊട്ടിക്കരയുന്നു. മറ്റൊന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. സത്യം എവിടെയാണ്? ഇര പറയുന്നതാണ് സത്യം. പെൺകുട്ടിയുടെ ദുഃഖവും ദുരിതവും എനിക്ക് കാണാതെ വയ്യ. ബഹളമാണ്. യൂണിവേഴ്സിറ്റി നടന്നു ഒടുവിൽ ഞാൻ സർവകക്ഷി സമ്മേളനം വിളിച്ചു കൂട്ടി. അപ്പോൾ സർവകക്ഷി സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്കും മന്ത്രിമാർ പലരും എന്നോട് ഇതെന്താ ഇതിൻ്റെ ഉദ്ദേശം, ഇതെവിടെ ചെന്ന് നിൽക്കുന്നതാണെന്ന്. അവർ തല്ലിപ്പൊടിക്കില്ലേ എല്ലാ കക്ഷികളും കൂടെ വന്ന്? കാരണം എല്ലാവർക്കും ആളാകാൻ പറ്റിയ സമയമാണല്ലോ ആരോപണം നടത്താൻ. പക്ഷേ ഒരു സ്ത്രീയുടെ ക്ഷമയും ഒരു സ്ത്രീയുടെ ഈ വക കാര്യങ്ങളിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു സംയമനവും എന്നെ ഒന്ന് ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയെ വേറൊരു കോളേജിലേക്ക് മാറ്റാനും അതിൻ്റെ വിദ്യാഭ്യാസം തുടരാനും ഒക്കെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു. സ്ത്രീകൾക്ക് ഒരുപാട് ഈ പറയുന്നത് പോലെ ഒന്ന് ഈ സ്ത്രീ ആയതുകൊണ്ട് മറ്റ് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസം വഴി രക്ഷപ്പെടുക, വാസ്തവത്തിൽ വിദ്യാഭ്യാസമാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അതുവഴി രക്ഷപ്പെടാനും എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള ജോലി എന്നതിനപ്പുറമായി അവനവന് സംതൃപ്തി തോന്നുന്ന ഒരു ജോലിയിൽ തുടരാനും അതിൽ എവിടെ എന്തെങ്കിലും ചെയ്യുവാനും ഒരുപാട് തടസ്സങ്ങൾ തന്നെയാണുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് സഹായം യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിരുന്നപ്പോഴും പ്രൊഫസർ ഒരു ഗൈഡായിരുന്നപ്പോഴും പലപ്പോഴും പെൺകുട്ടികൾ 6 വർഷം കൊണ്ട് PhD എടുക്കണം, 3 വർഷമാണ് മിനിമം, 6 പോവും, 8 വർഷമാവും.
പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് ഞാൻ മനസ്സിലാക്കുന്നവരുടെ ഒരു കുട്ടിയായി രണ്ടാമത്തെ കുട്ടിയുമായി എന്നിട്ടും എങ്ങും എത്തുന്നില്ല. പക്ഷേ ഒരു സ്ത്രീ ഒരു PhD എടുക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഒരു സൂചകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, സിസ്റ്റം വെയിറ്റ് ചെയ്യണം, ഗൈഡ് വെയിറ്റ് ചെയ്യണം, അവരെ സഹായിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ആ ഒരു കാര്യത്തിൽ അത് ഗൈഡ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴും പല പല ബുദ്ധിമുട്ടുകൾ ആയിട്ട് അധ്യാപകരുണ്ട്, റിസർച്ച് ചെയ്യാൻ വരുന്നവർ. അവരെ ഒരു നല്ല ഒരു നമ്പർ ഓഫ് ആൾക്കാരെ, സ്ത്രീകളെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഈ ഫയലിൽ എഴുതി വരും, ഒരു കാരണവശാലും ഇവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഈ ഫയൽ എഴുതി വരുന്നത്. അപ്പോൾ ഈ കുരുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തി, ഇല്ല ഈ കുട്ടി തന്നെയാണ് അർഹിക്കുന്നത് എന്നാക്കി തീർക്കാൻ ചിലപ്പോൾ വൈസ് ചാൻസലർക്ക് ഒരു എഴുത്തെഴുതേണ്ടി വരും. പിന്നീട് അതിന് ഓഡിറ്റ് ഒബ്ജക്ഷനോ ക്വറിയോ ഒക്കെ വരും. വരുന്നിടത്ത് വെച്ച് വരട്ടെ, ഇവർ രക്ഷപ്പെടണം എന്ന ആ ഒരു രീതിയിൽ ചില കാര്യങ്ങൾ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു സംതൃപ്തിയോടെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷെ മുത്തുമണി പറഞ്ഞ ഈ പ്രശ്നം, ഈ സ്ത്രീകൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലികളിൽ വ്യാപൃതരായി ജീവിക്കണമെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ അവർക്ക് ഇനി ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും കുടുംബം, എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ തന്നെ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു. അമ്മയും അധ്യാപികയും പിന്നെ മുനിസിപ്പൽ ചെയർമാനും ഒക്കെ. അപ്പോൾ അമ്മയ്ക്ക് പെൺകുട്ടി ആയതുകൊണ്ട് ഒരു കാരണവശാലും പിന്നോട്ടമ്മയ്ക്ക് നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ മക്കളെ വളർത്താനൊക്കെ സഹകരിച്ചു. എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവായിരുന്നു. ലീഡ മാഡത്തിൻ്റെ പോലെ തന്നെ അവരുടെ സപ്പോർട്ട് വളരെ വലുതാണ്. പക്ഷെ അതിനും അപ്പുറമായിട്ട് വർക്ക് സ്പേസിൽ, ജോലി സ്ഥലത്ത് സ്ത്രീകളെന്ന രീതിയിൽ അവരുടെ മക്കളെ സംരക്ഷിക്കാനും അവർക്കല്പം പ്രൈവറ്റ് ടൈം, ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കാനും ഒക്കെയുള്ള അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് വന്നാലേ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങിയെത്താം.